ഹലോ, നമുക്കെങ്ങനെ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ. ഒരു റൗണ്ട് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ യാൺ ഉണ്ടല്ലോ, ഈ റൗണ്ടിൻ്റെ താഴത്തു കൂടെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മെല്ലെ വലിച്ചു കൊടുക്കുക കേട്ടോ. ഈ രീതിയിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ റാപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഭാഗം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെയും സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹുക്ക് ആ സ്ലിപ്പ് നോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ യാണിൻ്റെ രണ്ടറ്റം ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ മെല്ലെ വലിച്ചു കൊടുക്കുക. പിടിച്ചിങ്ങനെ മെല്ലെ വലിച്ചു കൊടുക്കാം. ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ ഈസി ആയിട്ട് ഊരി വരുന്നതുകൊണ്ടാണ് അതിന് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒരു വട്ടം കൂടി നമ്മൾ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ റൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴത്തിൽ കൂടെ മെല്ലെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ യാണിൻ്റെ രണ്ടറ്റം കൂടി മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വലിക്കരുത്, നല്ല ടൈറ്റായിട്ട് വലിക്കരുത് കേട്ടോ. നമ്മുടെ ഹുക്ക് ഇതിൽ കൂടെ, അതായത് ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പിടിക്കാൻ നോക്കാം കേട്ടോ. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഹുക്കിലായിരിക്കണം. അതേപോലെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ യാണ് ഹോൾഡ് ചെയ്യാം. യാൺ എങ്ങനെയാണ് പിടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. പല രീതിയിൽ പിടിക്കാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉള്ള ആൾക്ക് ചെയ്തു തുടങ്ങുന്ന ആൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡിൻ്റെ പുറത്തിൽ കൂടെ, അതായത് നമ്മുടെ മിഡിൽ ഫിംഗറും പോയിൻറ്റ് ഫിംഗറിൻ്റെയും നടുവിൽ കൂടെ മെല്ലെ ഇങ്ങനെ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈസി ആയിട്ട് ലൂസാക്കിയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇങ്ങനെ പിടിക്കാം. അതേപോലെ നമ്മുടെ തം ഫിംഗറും അതേപോലെ റിംഗ് ഫിംഗറും നമ്മളെ സ്ലിപ്പ് നോട്ടിൻ്റെ ഈ നോട്ട് ഉണ്ടല്ലോ, ഈ നോട്ടിൽ വേണം പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മുടെ ഹാൻഡിൻ്റെ പുറകു വശത്തുനിന്ന് ഈ മിഡിൽ ഫിംഗറും പോയിൻറ്റ് ഫിംഗറിൻ്റെ നടുവിൽ കൂടെ മെല്ലെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മളെ തം ഫിംഗറും അതേപോലെ റിംഗ് ഫിംഗറും വെച്ചിട്ട് നമ്മളെ നോട്ട് ഉണ്ടല്ലോ, സ്ലിപ്പ് നോട്ടിൻ്റെ നോട്ട് പിടിക്കുക കേട്ടോ. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇനി നമ്മൾ യാൺ ഓവർ എന്താണെന്ന് നോക്കുക കേട്ടോ. ഹുക്കിൻ്റെ മുകളിലേക്ക് യാണ് കൊണ്ടുവരുന്നതാണ് നമ്മൾ യാൺ ഓവർ എന്ന് പറയാം. നമ്മൾ ഹുക്കിൻ്റെ തായ് വശത്തുനിന്ന് മുകളിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ യാൺ ഓവർ ചെയ്യാം. നമ്മുടെ ഹുക്ക് ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക്, ഹുക്കിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മുകൾ ഭാഗത്തേക്കായിട്ട് നിൽക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഈ സ്ലിപ്പ് നോട്ടിൻ്റെ ലൂപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ചെരിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഹുക്ക് മെല്ലെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക കേട്ടോ. ഇതിനാണ് നമ്മൾ ചെയിൻസ് എന്ന് പറയാം. ചെയിൻസ് ഷോർട്ടാക്കിയിട്ട് CH എന്നാണ് പറയുക കേട്ടോ. നമുക്കൊന്നും കൂടി നോക്കാം. നമ്മുടെ ഹുക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് യാണ് കൊണ്ടുവരണം. നമ്മൾ യാൺ ഓവർ ചെയ്യാൻ പോവാണ്. യാൺ തായ് വശത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഹുക്ക് ഇങ്ങനെ വലിച്ച് ഈ ഭാഗത്തെത്തുമ്പം, ഈ ചെയിനിൻ്റെ ഇവിടെ എത്തുമ്പം, അതായത് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചു കൊടുക്കാം. അത് നമ്മുടെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത ചെയിനിൻ്റെ അവിടെ പിടിക്കാം. നമ്മുടെ തം ഫിംഗറും അതേപോലെ റിംഗ് ഫിംഗറും നമ്മൾ മുന്നേ ചെയ്ത ചെയിനിൻ്റെ അവിടെ പിടിക്കാം. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മുടെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഈ ലൂപ്പിൻ്റെ അവിടേക്ക് മെല്ലെ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ ചെരിച്ചിട്ട് ഇതിൽ കൂടെ വലിച്ചെടുക്കുക കേട്ടോ. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ചിട്ട് ഈ ലൂപ്പിൻ്റെ ഇവിടെ എത്തുമ്പം ഒന്ന് ചെരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വലിക്കാം. വീണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്യുക. യാണ് ഹുക്കിൻ്റെ മുകളിലേക്ക് ആക്കാം. യാണിങ്ങനെ വലിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വലിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻസ് ചെയ്യാം. യാൺ ഓവർ ചെയ്തു, ലൂപ്പിലൂടെ വലിച്ചെടുത്തു കേട്ടോ. യാൺ ഓവർ ചെയ്യാം, ലൂപ്പിലൂടെ വലിച്ചെടുക്കാം.
യാൺ ഓവർ ചെയ്യുക, ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. ഇനി നമ്മുടെ ഈ ചെയിൻസ് എന്ന് പറയുന്നത്, ഒരു ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് ഒരു ചെയിൻ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ വി പോലുള്ളത് കണ്ടോ, ഈ വി പോലുള്ളത് ഇതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഒരു ചെയിനിന് 2 ലൂപ്പാണുള്ളത്, അപ്പർ ലൂപ്പും ലോവർ ലൂപ്പും. നമ്മളിങ്ങനെയല്ല പറയാം, മുകളിലുള്ള ലൂപ്പിന് ബാക്ക് ലൂപ്പ് എന്നും താഴെയുള്ള ലൂപ്പിന് ഫ്രണ്ട് ലൂപ്പ് എന്നാണ് പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് ലൂപ്പ് കണ്ടോ, ഇതാണ് ബാക്ക് ലൂപ്പ്. അതേപോലെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ചെയിൻസ് എന്ന് പറയുന്നത് ഈ വി പോലുള്ളതാണ് കേട്ടോ. നമ്മൾ ചെയിൻസ് എന്ന് പറയാം. ഒരു ചെയിൻ എന്ന് പറയുന്നത് ഈ വി പോലുള്ളതാണ്. ഇത് 2 ലൂപ്പ് ചേർന്നതാണ്. ഇത് മുകളിലത്തെ ലൂപ്പും ഇത് താഴത്തെ ലൂപ്പും. ഇതിന് നമ്മൾ പറയുക ബാക്ക് ലൂപ്പ് എന്നാണ്. മുകളിലത്തെ ലൂപ്പുകൾക്ക് പറയുക ബാക്ക് ലൂപ്പ് എന്നാണ് കേട്ടോ. അതേപോലെ താഴെയുള്ള ലൂപ്പിന് ഫ്രണ്ട് ലൂപ്പ് എന്നാണ് പറയാം.